ഹായ് ഹലോ മക്കൾസ്. അപ്പൊ എല്ലാവരും ക്രിസ്മസ് എക്സാം ഒക്കെ എഴുതുന്ന തിരക്കിലാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന തിരക്കിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് 5ാം ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ 9 ഓക്കെ, നോക്കാം നമുക്ക് ഏതായാലും. യെസ്, നമ്പർ റിലേഷൻസ്, സംഖ്യാബന്ധങ്ങളെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് ഒരു ഫസ്റ്റ് ഹാഫ് പോർഷൻ ആണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു പകുതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പൊ ഇതിനകത്ത് കുറച്ചധികം നമ്പേഴ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, റിമൈൻഡർ വരുന്നത് എങ്ങനെയാണ്, മിച്ചം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഒരു ചെറിയ ചാപ്റ്റർ ആണ് ആക്ച്വലി ഇത്. അപ്പൊ എന്തായാലും നമുക്ക് ഏറ്റവും ആദ്യം അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് കൂട്ടലും കുറയ്ക്കലും ഗുണനം. അതായത് നമ്മളിപ്പോ 12 × 3 ചെയ്യാനായിട്ട് ശ്രമിക്കാന്ന് വിചാരിക്കാം. 12 × 3 നമ്മൾ നോർമലി എങ്ങനെയാ ചെയ്യാം? 12 × 3 3 × 2 6 3 × 1 3 36 ആൻസർ. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളുടെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല നമ്മളുടെ പരിപാടി. നമുക്ക് വേറൊരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ 12നെ ആദ്യം തന്നെ സ്പ്ലിറ്റ് ചെയ്ത് 2 കഷ്ണങ്ങളാക്കുന്നു, അല്ലെങ്കിൽ 2 ആക്കി മാറ്റുവാണെങ്കിൽ നമ്മൾ 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് 10+2 എന്ന് എഴുതാലോടാ. എപ്പോഴും ഒരു 0 ഉള്ള ഒരു സംഖ്യ, വൺസിന്റെ പ്ലേസിൽ 0 വരുന്ന ഒരു സംഖ്യ എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും എളുപ്പം. അപ്പൊ നമ്മൾ മാറ്റി എഴുതുവാണെങ്കിൽ 10+2 × 3 എന്ന് നമ്മൾ എഴുതി. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം വളരെ സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാനായിട്ട്. നമ്മളുടെ 3 എന്ന് പറയുന്ന പുറത്ത് നിൽക്കുന്ന ആളാണ് അല്ലെ. നമ്മുടെ × 3 പുറത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അകത്തുള്ള 10നും അകത്തുള്ള 2നും 3നെ 2 പേർക്കും ആവശ്യമാണ്. ഓക്കെ, അതായത് 10നും 2നെ വേണം, 10നും 3നെ വേണം, 2നും 3നെ വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പൊ നമ്മൾ എഴുതുമ്പോ എപ്പോഴും 10 × 3 അവനെ ബ്രാക്കറ്റിനുള്ളിലാക്കാം. ഓക്കെ, പ്ലസ് 2 × 3. മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങള്? അതായത് പ്ലസ് എന്ന് പറയുന്ന ആള് നടുക്ക് ഒരു തവണ വരുള്ളൂ. 10 × 3 അത് ആദ്യം എടുക്കുന്നു, 2 × 3 ആണ് പിന്നീട് നമ്മൾ ബ്രാക്കറ്റിനുള്ളിലാക്കി എഴുതേണ്ടത്. 10 × 3 എത്രയാ? 30 ആണല്ലോ. ഇനി 2 × 3 എത്രയാ? 6 ആണല്ലോ. രണ്ടും കൂടി കൂട്ടി ആൻസർ എത്ര കിട്ടും? 36 ആണല്ലോ. പിടി കിട്ടുന്നുണ്ടോ പരിപാടി? ഇങ്ങനെയാണ് നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. റെഡി ആണോ എല്ലാവരും? ഉഷാറല്ലേ? അപ്പൊ എന്റെ ഒപ്പം തന്നെ ചെയ്തു പോകാം. ഒപ്പം തന്നെ എന്ത് ചെയ്യുക? ആൻസറും കമന്റ് ബോക്സിൽ വരട്ടെ കേട്ടോ. ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇങ്ങനെ ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് കിടക്കാം. യെസ്, see whether you can do these problems in your head. എന്താ പറയുന്നേ? മനക്കണക്കായിട്ട് തന്നെ ചെയ്യാനായിട്ടാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ ചെയ്തങ്ങ് നോക്കാം. 15 × 6, 15നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാടാ? 10+5 × 6 കൊടുക്കാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണോടാ? ആരോ മാർക്ക് ഇടാം. 10ൽ നിന്നും 6ലേക്കും 5ൽ നിന്നും 6ലേക്കും നമ്മൾ ആരോ മാർക്ക് ഇട്ടു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇസ് ഈക്വൽ ടു. നമുക്ക് എഴുതാലോ ബാക്കിയുള്ള കാര്യം. 10 × 6 ഉടനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാതെ നമുക്കൊന്ന് എഴുതിയിട്ട് സ്റ്റെപ്പ് എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 10 × 6 + 5 × 6 സ്റ്റെപ്പിനൊക്കെ മാർക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ എഴുതാം. 10 × 6 എത്രയാടാ? 60 അല്ലേടാ. 5 × 6 എത്രയാ? 30 ആണല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടുക? 60 + 30 എത്ര കിട്ടും? 90 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ലേടാ, ഇത് തന്നെ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കിട്ടും അല്ലെ. സെയിം ആൻസർ തന്നെ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോകാം. അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം. 24 × 9 നോക്കാലോ. 24നെ അപ്പൊ നമ്മൾ നേരത്തെ 10 വെച്ചാണല്ലോ എടുത്തത്. അപ്പൊ ഇവിടെ ഇതിനെ നമുക്ക് 10 + 14 എന്നെടുക്കാം എന്ന് വിചാരിച്ചാൽ അത് വേണ്ട. 24നോട് അടുത്ത് കിടക്കുന്ന വൺസിന്റെ പ്ലേസിൽ 0 വരുന്ന ആളെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ 10 വരെ പോകണമെന്നില്ല. 24ന് തൊട്ടടുത്ത ഒരാളുണ്ടല്ലോ. ആരാണ്? 24ന്റെ സ്വന്തം പ്രിയപ്പെട്ട 20 ഉണ്ട് അല്ലെ. അപ്പൊ 20 + 4 എന്ന് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ 20ന് സങ്കടം അല്ലേടാ. 20 + 4 എന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? 20 + 4 × 9. ഉടനെ തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഇടാനുള്ള പരിപാടി നോക്കുന്നു. 20 × 9ഉം 4 × 9ഉം. ഓക്കെ ആണോ? പിടികിട്ടുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? ശരി, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാലോ. 20 × 9 + 4 × 9. 20 × 9 അത് നമ്മൾ എന്ത് ചെയ്യണം? 9 × 2 ചെയ്യും. അത് 18 അല്ലേടാ. ഒരു 0 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. 180 + നമ്മളുടെ 36. 180 36 കൂടെ നമ്മൾ അങ്ങോട്ട് കൂട്ടി എടുത്താൽ മതി. 6 വരുന്നു, 8ഉം 3ഉം 11 ആണ്. ഒരു 1 മുകളിൽ ഇട്ട് കൊടുത്താൽ 216 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നേടാ? ആൻസർ കിട്ടുന്നത്. കിട്ടില്ലേടാ? 216.
ഓക്കെ ആണോ? ഇതേ സെയിം ആൻസറിന് 24 × 9 ചെയ്താലും നമുക്ക് കിട്ടും ഇല്ലേ? സെയിം ആൻസറിന് കിട്ടും. പക്ഷെ നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അല്ലേ? നോക്കിക്കേ, 24 × 9 ചെയ്യുമ്പോൾ 9 × 6 36 6 എടുത്തു, 3 മുകളിൽ കൊണ്ടു, 18 19 20 21 216 നമുക്ക് ഇവിടെയും കിട്ടും. ഡൗട്ട് ഉള്ളവരൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്റെ ആൻസർ തെറ്റിപ്പോയോ എന്ന് കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് വരും അല്ലേ? അപ്പൊ ഡൗട്ട് വേണ്ട, ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഡി ആണല്ലോ എല്ലാവരും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 99 × 6 ആണ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും 90 + 9 എന്ന് ചെയ്യാനാണ് മെജോറിറ്റി ആൾക്കാരും ശ്രമിക്കുക. കാരണം നമ്മളിപ്പോ ഇത്രയും നേരം ചെയ്തു പോയത് അഡീഷൻ ആണല്ലോ മിസ്സേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ അഡീഷൻ ചെയ്യാമല്ലോ മിസ്സേ എന്ന് നമ്മളൊരു ആലോചന വരും അല്ലെ? പക്ഷെ വേണ്ട, നമുക്കിവിടെ ആഡ് ചെയ്യുന്നതിലും എളുപ്പം മൈനസ് ചെയ്യുന്നതല്ലേടാ. എന്തിൽ നിന്നും എന്ത് മൈനസ് ചെയ്താലാണ് നമുക്ക് 99 കിട്ടുന്നത്? നമുക്ക് ഏറ്റവും അടുത്തൊരു സ്വന്തം ആളുണ്ടല്ലോ, 100 ഉണ്ടല്ലേ. ഇപ്പൊ 100 ൽ 1 മൈനസ് ചെയ്താൽ 99. അതല്ലേ എളുപ്പം? അതാണ് എളുപ്പം. ഓക്കെ, അപ്പോ 100 - 1 × 6 എന്ന് കൊടുത്താൽ മതി. പിടികിട്ടിയോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്യാ. 100 × 6 - 1 × 6. പിടികിട്ടിയോ? 100 × 6 ബ്രാക്കറ്റിനുള്ളിലാക്കാം, -1 × 6 നമ്മൾ കൊടുക്കാം. 100 × 6 എന്ന് പറയുമ്പോൾ 600 ആണ്. -6 കൂടി കൊടുത്താൽ നമ്മളുടെ എന്തായി? ആൻസർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. 600 - 6 594 എന്നായിരിക്കും നമ്മളുടെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇതേ ആൻസറിന് നമുക്ക് എന്ത് ചെയ്യും? അവിടെ കൂട്ടുമ്പോഴും കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? അപ്പൊ അങ്ങനെ എന്ത് ചെയ്താൽ മതി? ആൻസർ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ 594 കിട്ടി, നമ്മൾ ഹാപ്പിയായി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. നമ്മളിപ്പോ എല്ലാത്തിലും എന്താണ്? സബ്ട്രാക്ഷൻ ചെയ്തു, അഡീഷൻ ചെയ്തു. ഇനി അടുത്തയിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ. ഇവിടെ നമ്മള് മൾട്ടിപ്ലിക്കേഷൻ അല്ല ചെയ്യുന്നേ, ഡിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത താരം ആരാടാ? ഹരണമാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് ചെയ്യാന്നാ, അടിപൊളിയായിട്ട് തന്നെ ചെയ്യാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. See whether you can do these problems in your head. ഈ കണക്കുകൾ നമ്മളൊന്ന് മനക്കണക്കായിട്ട് ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 39 / 3 നമുക്ക് നോക്കാലോ. 39നെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണോടാ? ഡിവൈഡ് ചെയ്യണം. 39നെ നമുക്ക് ഇതിനകത്ത് ഡിവിഷൻ ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത് എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകുന്ന 2 സംഖ്യകളും 3ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. പിടികിട്ടിയോ? ഇപ്പൊ 30ഉം അതേപോലെ തന്നെ 9. 39നെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുക 30 + 9. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നമുക്ക് 40 - 1 എന്നും എഴുതാം. പക്ഷേ അത് 3 വെച്ച് ഡിവിസിബിൾ ആകോ? 40നെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യണം, 1നെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. പറ്റോ? രണ്ടും നമുക്ക് ഡിവിസിബിൾ അല്ലാത്ത സംഖ്യകളാണ്, കാരണം 3ന്റെ മൾട്ടിപ്പിൾസ് അല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകരുത്. 30 + 9 തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ട്രൈ ഔട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോ ഇനി നമുക്കൊന്ന് ചെയ്യാം. 30 / 3. ഓക്കെ ആണല്ലോ? അതായത് ആരോ മാർക്ക് ഇടുമ്പോൾ 30ഉം 3ഉം കൂടിയാണ് ആദ്യത്തെ ആൾക്കാർ. പിന്നെ 9 / 3 ചെയ്യാലോ. +9 / 3. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരും 30ഉം 9ഉം 3ന്റെ മൾട്ടിപ്പിൾസ് തന്നെ. 30 എന്ന് പറയുന്നത് എത്രാമത്തെ മൾട്ടിപ്പിൾ ആടാ? 10ാമത്തെ മൾട്ടിപ്പിൾ ആണ്. പ്ലസ് നമ്മുടെ 9 / 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 തന്നെ കിട്ടും അല്ലെ? അപ്പൊ 10 3 കൂടി കൂട്ടിയാൽ നമുക്ക് 13 എന്ന് ആൻസർ കിട്ടുകയും ചെയ്യും. പിടികിട്ടുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ആലോചിച്ച് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ ചെയ്തു പോകാൻ പറ്റില്ല. ഡിവിഷൻ വരുമ്പോൾ കുറച്ചൊന്ന് ആലോചിക്കാനുണ്ട്, കുറച്ചധികം ആലോചിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തയിലേക്ക് കിടക്കാം. യെസ്, അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് 52 / 4 ആണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ 50 + 2 എന്ന് ഒറ്റടി അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം 50ഉം 2ഉം 4ന്റെ മൾട്ടിപ്പിൾസ് അല്ല. ദൈവം സഹായിച്ച 2 പേരും 4ന്റെ മൾട്ടിപ്പിൾസ് അല്ല. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ ആലോചിക്കണം. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 4ന്റെ മൾട്ടിപ്പിൾസ് ആക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കണം. 52നെ നമ്മളിപ്പോ കൂട്ടി 50 + 2 അഡീഷൻ ചെയ്തപ്പോ 52 എന്നാ. നമുക്കിനി സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലോ 60 - 8 എന്ന് പറഞ്ഞാൽ 52 അല്ലേ? നോക്കിക്കേടാ, 60 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 8 എന്ന് പറയുന്നതും 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചൂടെ? യെസ്, അപ്പൊ നമ്മൾ ആ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ പോവാണ്. 60 - 8 / 4. പിടികിട്ടുന്നുണ്ടോ? 60 - 8 / 4. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആരോ മാർക്ക് കൊടുക്കുന്നു. 60 / 4 - 8 / 4. ഞാൻ സിമ്പിൾ കൊടുക്കാതെ നേരെ ഡിവൈഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? 60 / 4 അതേപോലെ തന്നെ 8 / 4 ചെയ്യും. 60 / 4 ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. 8 / 4 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ആൻസർ നമുക്ക് 13 എന്നാണ് നമ്മളുടെ
ഫൈനൽ ആൻസർ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ ആണോ? പിടികിട്ടുന്നുണ്ടോ? ഡിവിഷൻ കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്യാനുണ്ട്, പക്ഷെ ആലോചിച്ച് ചെയ്താൽ നമുക്ക് കൃത്യം ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മൾ എന്താണ് കൃത്യമായിട്ട് തന്നെ വിജയിക്കും. ഓക്കെ, ആൻസർ നമുക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി എന്നാ അടുത്തേക്ക് കിടക്കാം നമുക്ക്. ഓക്കെ, ലാസ്റ്റ് നോക്കിക്കേടാ 135 ഡിവൈഡ് ബൈ 15. 135ഉം 15ഉം. ഇവിടെ ഒരു പ്രശ്നമുള്ളത് 130 + 5 എന്ന് ഒറ്റടിക്ക് എഴുതി വെക്കാൻ പറ്റില്ല. നോക്കിക്കോളൂ, 130 + 5 എന്ന് എഴുതുമ്പോ 5 എന്ന് പറയുന്നത് 15ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കൂട്ടാൻ പറ്റുമോ? കാരണം ചെറിയ സംഖ്യ, എന്തായാലും നമുക്ക് പറ്റത്തില്ല അല്ലെ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇവനെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 135നെ നമുക്ക് 120 + 15 എന്ന് എഴുതിയാൽ എന്താണ് കുറച്ചും കൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 120 + 15 എന്ന് നമുക്ക് എഴുതാം. ഡിവൈഡഡ് ബൈ 15 നമുക്ക് എന്ത് ചെയ്യാം? പുറത്തും കൊടുക്കാം. 120 + 15 എന്ന് പറഞ്ഞാൽ 135 അല്ലേടാ. ഡിവൈഡ് ബൈ 15 കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാലോ, പുറത്തേക്ക് എടുക്കാം. 120 ഡിവൈഡ് ബൈ 15 ചെയ്യണം, 15 ഡിവൈഡ് ബൈ 15 ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാലോ. യെസ്, 120 ബൈ 15 പ്ലസ് 15 ബൈ 15 രണ്ടുപേരെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാണ്. നോക്കാം നമുക്ക് എന്നാ. യെസ്, 120 ബൈ 15 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്? 8 ആണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ താഴത്തോട്ട് കൊണ്ടുവരുമ്പോൾ 15 ബൈ 15 1 നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 8 + 1 9 എന്ന് നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ആൻസർ എത്രയാണ്? 9 നമ്മുടെ ആൻസർ. അപ്പൊ നമ്മൾ ഈ മൾട്ടിപ്പിൾസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാലേ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ഡിവൈഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു ആളിലേക്കാണ് കടക്കാനുള്ളത്. യെസ്, റിമൈൻഡേഴ്സ്, മിച്ചക്കണക്കുകൾ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ആൾ. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് 10 വെച്ചിട്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ മിച്ചം റിമൈൻഡർ എത്രയായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇതിനകത്തൊരു തിയറം തന്നെ തന്നിട്ടുണ്ട് അല്ലേ. ദി റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി നമ്പർ ബൈ 10 ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി നമ്പർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ 20യെ 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ റിമൈൻഡർ വരുമോ? ഇല്ല. റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ 0 എന്ന് പറയുന്നത് ഈ 20ന്റെ അവസാന സംഖ്യയിലെ, അതായത് ഏതൊരു സംഖ്യയെയും 10 വെച്ച് ഹരിച്ചാൽ റിമൈൻഡർ മിച്ചം എന്ന് പറയുന്നത് ആ സംഖ്യയിലെ ഏറ്റവും അവസാന അക്കമായിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഇനി ഞാൻ 35നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യാം. എന്തായിരിക്കും ഇവിടെ വരുന്നത്? 5 ആണല്ലേ. 5 വരും. നമുക്ക് നേരെ എഴുതാലോ. ഇനി ഞാൻ 49നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യാം. എന്തായിരിക്കും ഇവിടെ? 9. 9 ആണ് ലാസ്റ്റത്തെ അക്കം. അതുകൊണ്ട് റിമൈൻഡർ 9 ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഇത് ഡിവിഷൻ ബൈ 10 ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളേക്ക് കിടക്കാം നമുക്ക്. യെസ്, ഇവിടെ 5ന്റെ ആളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. 5ന്റെ ആളെ നമുക്ക് ഒന്ന് കെയർഫുൾ ആയിട്ട് തന്നെ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ 5ന്റെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോക്കാനുണ്ട്. ശ്രദ്ധിക്കാം നമുക്ക് എന്നാ. യെസ്, 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന 3 കേസസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ലാസ്റ്റത്തെ സംഖ്യ 5നേക്കാൾ ചെറുതായിരിക്കണം. 2, ലാസ്റ്റത്തെ സംഖ്യ 5നോട് തുല്യമായിരിക്കണം. 3, ലാസ്റ്റത്തെ സംഖ്യ 5നേക്കാൾ വലുതായിരിക്കണം. നമുക്ക് ചെയ്യാന്നാ. റെഡി അല്ലേ എല്ലാവരും? യെസ്, ഏറ്റവും ആദ്യം ഞാൻ 64നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എന്താണ്? 64നെ 5 വെച്ച്. ഇവിടെ ലാസ്റ്റത്തെ സംഖ്യ എന്ന് പറയുന്ന 4 5നേക്കാൾ ചെറുതാണ് അല്ലെ. അപ്പൊ റിമൈൻഡർ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും എന്ന് അറിയൂടാ? ഈ ലാസ്റ്റ് സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് പറയുവാണ്. അത് ഞാൻ മറ്റൊരു കളറിൽ എഴുതാം. രണ്ടാമത്തെ കേസില് ലാസ്റ്റ് സംഖ്യ 5 തന്നെയായിരിക്കും. ശ്രദ്ധിച്ചേടാ, കണ്ടോ? ലാസ്റ്റ് വന്നിരിക്കുന്ന അക്കം 5 തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ എന്ത് വരും? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 5ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളും 5ന്റെ മൾട്ടിപ്പിൾസാ. അപ്പൊ റിമൈൻഡറും 0 ആയിരിക്കും. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് കിട്ടും. ഇനി അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ 5നേക്കാൾ വലുത്, അതായത് ഇപ്പൊ ഒരു 67 ആണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കാം. 67, ഇതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിക്കണം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റത്തെ സംഖ്യ എടുത്ത് എഴുതാൻ പറ്റൂല. ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സംഖ്യ നമ്മൾ വട്ടം വരച്ചു. നമുക്ക് എന്ത് വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 5 വെച്ച്. ആ 5നെയും വട്ടം വരച്ചു. എന്നിട്ട് ഈ രണ്ടുപേരെയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. 7 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ് നമ്മളുടെ ഇവിടുത്തെ റിമൈൻഡർ വരുന്നത്. അത് എപ്പോഴാണ് വരുന്നത്? 5നേക്കാൾ വലിയ സംഖ്യയാണ് ലാസ്റ്റ് വരുന്നതെങ്കിലാണ് ഈ ഒരു പരിപാടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിടികിട്ടുന്നുണ്ടല്ലോ? 7 - 5 ചെയ്ത് 2 ആണ് നമുക്ക് എന്ത് കിട്ടുക? റിമൈൻഡർ കിട്ടുന്നത്. പിടികിട്ടിയോ? അപ്പൊ നമ്മളിപ്പോ രണ്ടാമത് പറഞ്ഞത് ഡിവിഷൻ ബൈ 5 ആണ്. ഓക്കെ, 3 കേസസ് വരുന്ന ഡിവിഷൻ ബൈ 5. അതിന് മുന്നേ പറഞ്ഞത് ഡിവിഷൻ ബൈ 10. ഇനി അടുത്തേക്ക് കിടക്കാം നമുക്ക് എന്നാ. ഓക്കെ, ഇതിനകത്ത് 2 വെച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 2ന്റെ ആൾക്കാരെ പിന്നെയും നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ശ്രദ്ധിച്ചേടോ. If the last digit of a number
number is divisible by 2, then the number itself is divisible by 2. അതായത് ഈവൺ നമ്പേഴ്സ് ഇല്ലേടാ, ഇരട്ട സംഖ്യകള്. ഇപ്പൊ 22, 62, 36, 72 ഈ പറയുന്ന സംഖ്യകളൊക്കെ ഈവൺ നമ്പറാ. അതെങ്ങനെ നമുക്ക് മനസ്സിലായേ? അവസാനത്തെ സംഖ്യ 6, 2 ഒക്കെയാണ് വന്നേക്കുന്നത്. ഈവൺ നമ്പേഴ്സിൽ അവസാനിക്കുന്ന സംഖ്യകൾ എല്ലാവരും എന്തായിരിക്കും? 2 വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയി പോകുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ, അതിന്റെ റിമൈൻഡർ 0 ആയിരിക്കും. If the last digit is not divisible by 2, the remainder is 1 on division by 2. ഇനിയിപ്പോ ലാസ്റ്റത്തെ സംഖ്യ ഈവൺ നമ്പർ അല്ല എന്ന് വിചാരിക്കുക, ഒരു ഓഡ് നമ്പർ ആണ് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ 33 ആണ് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ. ഇതിന്റെ അവസാന അക്കം ഏതാണ്? 3 ആണ്. 3 ഒരു കാരണവശാലും 2 വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവില്ല. അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ വരേണ്ടത് എത്രയാണെന്ന് അറിയോടാ? 1 ആണ് റിമൈൻഡർ വരേണ്ടത്. അതായത് ഈവൺ നമ്പേഴ്സിൽ അവസാനിക്കുന്ന സംഖ്യകളെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0യും ഓഡ് നമ്പേഴ്സിൽ അവസാനിക്കുന്ന സംഖ്യകളെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ് വരുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? അടിപൊളിയായിട്ട് അത് പഠിച്ചിരിക്കണം കേട്ടോ. നല്ലൊരു പോയിന്റ് ആണ്. അടിപൊളിയായിട്ട് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് കിടക്കുവാണ്. അടുത്തത് 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ 10 പറഞ്ഞ സ്ഥിതിക്ക് 100 പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? ശ്രദ്ധിച്ചേ, ഫോർ എനി നമ്പർ വിത്ത് 3 or more ഡിജിറ്റ്. ഇവിടെ ഒരു സംഭവം ഉണ്ട്. 3 or 3ൽ കൂടുതലോ സംഖ്യകളുള്ള അതിനെ മാത്രമേ 100 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 100ൽ തന്നെ 3 ഒക്കെ ഉണ്ട്. അപ്പോ 3 സംഖ്യ മിനിമം വേണോ അല്ലെ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് 350നെ 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് ഈസ് ദ നമ്പർ ഫോംഡ് ബൈ ദി ലാസ്റ്റ് 2 ഡിജിറ്റ്. അവസാനത്തെ 2 അക്കമായിരിക്കും ഇവിടത്തെ റിമൈൻഡർ എന്ന് പറയുന്നത്. അതായത് 50 ആയിരിക്കും റിമൈൻഡർ കിട്ടാം. 50 ആയിരിക്കും റിമൈൻഡർ കിട്ടാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 380 ഇതിനകത്ത് എത്ര നൂറുകളുണ്ട്? 100, 200, 300, 3 നൂറുകളല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും 50 എന്ന് പറയുന്ന സംഖ്യ ബാക്കി വരൂലേ? പിടികിട്ടണ്ട നമുക്ക്. അതാണ് ഇവിടുത്തെ പരിപാടി. 100 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3 അക്കമോ 4 അക്കമോ ആയിട്ടുള്ള ഒരു സംഖ്യകളെ 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്നതായിരിക്കും അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത്. 428 ഡിവൈഡഡ് ബൈ 100 റിമൈൻഡർ എത്രയാ വരേണ്ടത്? ലാസ്റ്റത്തെ 2 അക്കം, ദാറ്റ് ഈസ് 28. 512 ഡിവൈഡഡ് ബൈ 100 റിമൈൻഡർ എത്രയാ വരണ്ടേ? അവസാനത്തെ 2 അക്കം 12. ക്ലിയർ അല്ലേ കാര്യങ്ങള്? അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് 4 വെച്ചിട്ടുള്ള ഡിവിഷൻ ആണ്. ഓക്കെ, ഏതാണ് 4 വെച്ചിട്ടുള്ള ഡിവിഷൻ? For any number with 2 or more digits, the remainder on dividing it by 4 is the remainder on dividing the last 2 digits of the number by 4. നമുക്കൊന്ന് നോക്കാം. ഞാൻ ചെയ്യാൻ പോവാണ്. 324 എന്ന് പറയുന്ന സംഖ്യയെ ഞാൻ എന്താണ് 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഇതിന്റെ റിമൈൻഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസാന 2 അക്കങ്ങൾ എന്താണ്? അവസാന 2 അക്കങ്ങൾ എടുത്തിട്ട് അതിനെ പിടിച്ച് 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 24 ഡിവൈഡഡ് ബൈ 4 നമ്മളൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, 24 ഡിവൈഡ് ബൈ 4 എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യമാണ് പോകുന്നത്. 6 × 4 24 ആണ് വരുന്നത്. അപ്പൊ റിമൈൻഡർ എത്ര വരൂടാ? 0. അതായത് 324നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താലും 0 തന്നെയായിരിക്കും അപ്പോ റിമൈൻഡർ വരിക എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അവസാനത്തെ 2 അക്കങ്ങൾ എടുത്ത് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും 324ന്റെയും റിമൈൻഡർ. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? അങ്ങനെയാണ് നമ്മൾ 4 വെച്ചിട്ടുള്ള ഡിവിഷൻ അല്ലെങ്കിൽ റിമൈൻഡർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര എണ്ണമാണ് പഠിച്ചത്? 5 എണ്ണമാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. എത്രയാണ്? 5 എണ്ണമാണ് പഠിച്ചത്. ഏറ്റവും ആദ്യം ഡിവിഷൻ ബൈ 10, ഏറ്റവും അവസാനത്തെ സംഖ്യ ആയിരിക്കും ഇവിടുത്തെ റിമൈൻഡർ. ഇനി അടുത്തയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ 5 വെച്ചിട്ടുള്ളത് പഠിച്ചു. അതിനകത്ത് 3 കേസുകൾ നമ്മൾ പറഞ്ഞു. 5നേക്കാൾ താഴെ, 5നോട് തുല്യം, 5നേക്കാൾ കൂടുതൽ. ഇനി അടുത്തയിൽ വരുമ്പോൾ എന്തായിരുന്നു? ഡിവിഷൻ ബൈ 2. അവസാനക്കം ഈവൺ നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. അവസാനക്കം ഓഡ് നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തയിലേക്ക് കിടക്കുമ്പോൾ 100 വെച്ചിട്ടുള്ളതാണ്. 100 വെച്ചിട്ട് ഏതൊരു സംഖ്യയെ ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എന്ന് പറയുന്നത് അവസാനത്തെ 2 അക്കങ്ങളായിരിക്കും. ഇനി അടുത്തത് പറയുന്നത് എത്രയായിരുന്നു? 4 വെച്ചിട്ട് അവസാന 2 അക്കങ്ങളെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും ഈ ഒരു സംഖ്യയുടെയും റിമൈൻഡർ. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളൊരു ഫസ്റ്റ് ഹാഫ് കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്പർ റിലേഷൻസിന്റെ ഫസ്റ്റ് ഹാഫ് വരെയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ എന്റെ മക്കള് അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. റിമൈൻഡേഴ്സ് നല്ല രീതിയിൽ നോക്കാം. ആദ്യത്തെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും നല്ല രീതിയിൽ തന്നെ നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഉഷാറായിട്ട് തന്നെ പഠിക്കാം. നല്ല ഉഷാറ് മാർക്കും വാങ്ങിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.